അതിശക്തരായ കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായാണ് പോലീസ് പറയുന്നത്. അതിനിടയിൽ രാഹുൽ തിരുവനന്തപുരത്തുണ്ടെന്നും അതല്ല കോയമ്പത്തൂരുണ്ടെന്നും ഒക്കെ വാർത്തകൾ വരുന്നു. രാഹുലിൻ്റെയും സഹായികളുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അവസാനമായി രാഹുലിൻ്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് പാലക്കാട് നിന്നാണ്. അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്ന് അറിഞ്ഞ നിമിഷം തന്നെ രാഹുൽ മുങ്ങി. കേരള പോലീസ് കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊക്കാമായിരുന്നു ഈസിയായി. എന്തായാലും കേരള പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളനും പോലീസും കളിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച രാഹുൽ ഈശ്വറിനും കുരുക്ക് മുറുകി. നാറുന്നവനെ ചുമന്നാൽ ചുമന്നവനും നാറും. ഇതാണ് രാഹുൽ ഈശ്വറിന് സംഭവിച്ചത്. രാഹുൽ ഈശ്വർ പലതവണയായി സ്ത്രീവിരോധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദിലീപ് അതിജീവിതയെ ആക്രമിച്ച കേസിൽ, അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ദിലീപിന് അനുകൂലമായി വന്നിരുന്ന ചാനലിൽ ഘോരം പ്രഭാഷണം നടത്തിയ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടിയും രംഗത്ത് വന്നു. അതിജീവിതയെ വളരെ നികൃഷ്ടമായി ആക്ഷേപിച്ചു. മാത്രമല്ല അതിജീവിതയുടെ മേൽവിലാസവും പേരുമൊക്കെ വ്യക്തമാക്കുന്ന സൂചനകളും നൽകി രാഹുൽ ഈശ്വർ. അതിജീവിത ഇപ്പോൾ രാഹുൽ ഈശ്വർക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി സ്തുതി പാടിയ സന്ദീപ് വാര്യർക്കെതിരെയും പരാതി കൊടുത്തിരിക്കുന്നു. രാഹുൽ ഈശ്വറിനും സന്ദീപ് വാര്യർക്കും എതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഇതോടെ രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യറും പെട്ടിരിക്കുകയാണ്. അതിജീവിതയെ മനസ്സിലാക്കുന്ന സൂചനകൾ നൽകിയതിനാണ് ഇരുവരും കുടുങ്ങിക്കിടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടും സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റിടാൻ രംഗത്തെത്തി. അതാണ് വാര്യർക്ക് വിനയായി മാറിയത്. വാര്യരേക്കാൾ വലിയ വിന ഏറ്റുവാങ്ങിയത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ നിരന്തരം യൂട്യൂബ് ചാനലുകളിലൂടെ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് സ്തുതി പാടിക്കൊണ്ട് രാഹുൽ ഈശ്വർ വന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. രാഹുൽ ഈശ്വറിന് പബ്ലിസിറ്റി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ നാറിയവനെ ചുവന്നാൽ ചുവന്നവനും നാറും എന്ന് മനസ്സിലാക്കാതെ രാഹുൽ ഈശ്വർ സജീവമായി രംഗത്ത് എത്തുന്നത്. കുറെ കാലമായി ദിലീപിന് വേണ്ടി സ്തുതിപാടി നടന്നു രാഹുൽ ഈശ്വർ. അതിന് പ്രതിഫലം രാഹുൽ ഈശ്വറിന് കിട്ടിയോ എന്നറിയില്ല. എന്തായാലും ദിലീപിൻ്റെ കേസിന് ഇപ്പോൾ വലിയ മാർക്കറ്റില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചെത്തിയാൽ വലിയ മാർക്കറ്റുണ്ട്. ഇതാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് എത്താനുള്ള കാരണം. എന്തായാലും രാഹുൽ ഈശ്വർ കുടുങ്ങിക്കിടക്കുകയാണ്. പെൺകുട്ടി അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പീഡനത്തിനിരയായ ഇരയായ അതിജീവിത പോലീസിന് പരാതി നൽകി കഴിഞ്ഞു. തിരുവനന്തപുരം റൂറൽ എസ് പിക്കാണ് പരാതി നൽകിയതെന്നാണ് സൂചന. രാഹുൽ ഈശ്വറെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. രാഹുൽ ഈശ്വർ ആകെ മൊത്തം കുടുങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഹായിക്കാൻ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണല്ലോ രാഹുൽ ഈശ്വറെ പോലെയുള്ള യൂട്യൂബർമാർ വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സ്തുതി പാടിയത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. സ്തുതി പാടിയവർ എല്ലാം കുടുങ്ങിക്കിടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സ്തുതി പാടി ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ പലരും നടത്തി. അതെല്ലാം വ്യഥാവിലായി മാറി. റേറ്റിംഗ് അപ്പോൾ കൂടിയെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാന കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരം താനും അതിജീവിതയും തമ്മിൽ ലൈംഗിക ബന്ധം നടത്തി എന്ന വെളിപ്പെടുത്തലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിഗൗരവകരമായ വെളിപ്പെടുത്തലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിജീവിത പറയുന്നതും
ശ്രദ്ധേയമാണ്. തൻ്റെ നഗ്ന ചിത്രങ്ങളെടുത്ത് തന്നെ ഭീഷണിപ്പെടുത്തി ഗർഭിണിയാക്കി എന്ന ഗുരുതരമായ ആരോപണമാണ് തെളിവുകൾ സഹിതം അതിജീവിത ഹാജരാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തിടുക്കത്തിലാണ് പോലീസ്. അതിനിടയിലാണ് രാഹുൽ ഈശ്വർ പെട്ടിരിക്കുന്നത്.